കഴിഞ്ഞ ദിവസം ഒരു ചെളിവെള്ളം നിറച്ച കുപ്പിയുമായി പിണറായി സഭയിൽ നടത്തിയ ഒരു നാടകമുണ്ട്. അത്ര പെട്ടെന്നൊന്നും ആരും മറന്നു കാണില്ല. പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകൾ PM ശ്രീക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ ചെളിവെള്ളം നിറച്ച ജലപീരങ്കി ഉപയോഗിച്ചെന്നും പറഞ്ഞായിരുന്നു പിണറായിയുടെ കരച്ചിൽ. തീർത്തും കലക്കുവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമാകും. അമീബക് മസ്തിഷ്ക ജ്വരം അടക്കമുണ്ടാകാൻ സാധ്യതയുള്ള വെള്ളമാണ്. ഇങ്ങനെയൊക്കെയാണ് പിണറായി സഭയിൽ ആരോപിച്ചത്. എന്നാൽ പിണറായിയുടെ ഈ കള്ളത്തരത്തെ VS ജോയ് MLA പാടെ പൊളിക്കുന്നതായിരുന്നു ഇന്നലെ സഭയിൽ കണ്ടത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് VS ജോയ് കത്തിക്കയറിയത്. പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയിരിക്കുകയാണെന്ന് അദ്ദേഹം സഭയിൽ പരിഹസിച്ചു. ജലപീരങ്കി അടിക്കുമ്പോൾ ആ വെള്ളം വായുവിൽ നിന്ന് എങ്ങനെയാണ് കുപ്പിയിൽ ശേഖരിക്കാൻ കഴിയുകയെന്ന് തങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതിന്റെ യഥാർത്ഥ വസ്തുത മനോരമ മെട്രോ വാർത്തയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ KB ജയചന്ദ്രൻ പകർത്തിയ ചിത്രങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സഭയിൽ പറയുകയുണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചതിനു ശേഷം റോഡിൽ തളം കെട്ടി നിന്ന കലക്കവെള്ളം AIYFന്റെ പ്രവർത്തകർ കുപ്പിയിൽ കോരിയെടുക്കുന്ന ചിത്രമാണ് പത്രത്തിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ റോഡിൽ നിന്ന് കോരിയെടുത്ത അഴുക്കുവെള്ളമാണ് MLA രാജിന്റെ പക്കൽ കൊടുത്തുവിട്ടതെന്നും ഈ കുപ്പിയുമായാണ് പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്തിയതെന്നും VS ജോയ് പത്രത്തിലെ വാർത്താ ചിത്രങ്ങൾ ആയുധമാക്കി സഭയിൽ വാദിച്ചു. ഇതോടുകൂടി പ്രതിപക്ഷ നേതാവ് ചൂളിപ്പോകുന്ന കാഴ്ചയാണ് സഭയിൽ കണ്ടത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവർക്ക് സമനില നഷ്ടപ്പെട്ടിരിക്കുക. ഇന്നലെ ഈ സഭയിൽ കലക്കവെള്ളത്തിന്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. ഞങ്ങളൊക്കെ ജലപീരങ്കിയുടെ മുമ്പിൽ ഒരുപാട് സമരം ചെയ്തവരാ. എങ്ങനെയാണ് ജലപീരങ്കി അടിക്കുമ്പോൾ ഈ വെള്ളം കുപ്പിയിൽ കരുതി വെക്കാൻ കഴിയുക എന്ന് ഞങ്ങളൊക്കെ ധരിച്ചാണ്, ഞങ്ങളൊക്കെ ചോദ്യം ഉന്നയിച്ചാണ്. ഇന്നിപ്പോ മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുകയാണ്. മെട്രോ വാർത്തയിൽ KB ജയചന്ദ്രൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ചിത്രമാണ്. ആ ജലപീരങ്കി അടിച്ച വെള്ളം റോട്ടിൽ തളം കെട്ടി നിൽക്കുകയാണ്. ആ തളം കെട്ടി നിൽക്കുന്ന വെള്ളം AIYFന്റെ പ്രവർത്തകർ കുപ്പിയിൽ കോരിയെടുക്കുകയാണ്. റോട്ടിൽ നിന്ന് വെള്ളം കലക്കവെള്ളം കോരിയെടുത്ത് അത് കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ഇതാ ചിത്രം സഹിതമാണ് ചിത്രം സഹിതം ഞങ്ങൾ തരികയാണ്. KB ജയചന്ദ്രനെ റോട്ടിലെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവരിക. അതിൽ പത്രത്തിൽ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് സാർ. മെട്രോ വാർത്തയിൽ വന്ന KB ജയചന്ദ്രൻ എന്ന പത്രപ്രവർത്തകൻ ഫോട്ടോഗ്രാഫർ ഇന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യമാണ് സാർ. പരിശോധിക്കണം. കലക്കവെള്ളം റോട്ടിൽ നിന്ന് കോരിയെടുത്തുകൊണ്ടുവന്ന് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ആധികാരികമായിട്ടാണ് സാർ ഇത് പറയുന്നത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നല്ലോ സാർ. 100 കോടി രൂപ ഖജനാവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബാർ ഉടമകൾ കേരളത്തിന്റെ ഖജനാവിലേക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപ നികുതി അടച്ചിട്ടില്ല. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന ന്യായമായ ബലമായ സംശയം നമുക്കുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റ് നടപ്പിലാകാൻ പോകുന്ന ബഡ്ജറ്റാണ്. പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ അച്ചടിച്ച മഷി ഉണങ്ങും മുമ്പ് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഗവൺമെന്റാണ്. അധികാരത്തിൽ വന്ന മാസങ്ങൾക്കുള്ളിൽ വലിയ മാറ്റമുണ്ടാക്കി, ഓപ്പറേഷൻ തുഫാൻ ഉൾപ്പെടെ. അതുകൊണ്ട് ഈ ബഡ്ജറ്റിലെ ഒരു വാചകത്തിനോ ഒരു വാക്കിനോ ഒരു കുത്തിനോ ഒരു കോമയ്ക്കോ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ മാറ്റമില്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് നടപ്പിലാക്കും. ഞങ്ങൾ ഉമ്മൻചാണ്ടി എന്ന ഗവൺമെന്റ് അതിവേഗം ബഹുദൂരം എന്ന ആശയം ഈ കേരളത്തിൽ സാക്ഷാത്കരിച്ച് കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും സ്മാർട്ട് സിറ്റിയും നടപ്പിലാക്കിയതുപോലെ നിങ്ങൾ 10 വർഷമായി കോഴിമുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ നിങ്ങൾ അടയിരുന്ന ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇതൊരിക്കലും കഴിഞ്ഞ 10 വർഷത്തെ പോലെ പാഴ്വാക്കുകളുടെ ഒരു പഴങ്കെട്ടായി ഈ ബഡ്ജറ്റ് കേരളത്തിൽ മാറില്ല. പ്രായോഗികമായി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളായിരിക്കും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.